ഏറ്റവും വലിയ വെർസറ്റാലിറ്റി ഉള്ളൊരു ആക്ട്രസ്സാണ്. നീ പോയി അമ്മയുടെ അനുഗ്രഹം മേടിക്കണമെന്ന് പറഞ്ഞു. ഞാൻ വ്യക്തി ഇമോഷണൽ എപ്പോഴും അങ്ങനെയാണ്. ഇത്തരം കാര്യങ്ങൾ മോളുടെ കാര്യങ്ങൾ വരുമ്പോഴേക്കും ഞാൻ അങ്ങനെയാവും. ഇന്ന് ഈ ഒരു ചടങ്ങിലേക്ക് ഇക്ക പ്രൊഡക്ഷൻസിൻ്റെ ബാനറിൽ സുന്ദരിയായവൾ സ്റ്റെല്ല എന്ന സിനിമയുടെ ഒരു പരമപ്രധാനമായിട്ടുള്ളൊരു പ്രഖ്യാപനത്തിനെ എത്തിച്ചേർന്ന എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും ആദ്യമായി സ്വാഗതം പറയുന്നു. നമുക്കറിയാം, ഒരുപാട് നാളായിട്ട് അന്തരീക്ഷത്തിൽ ഉള്ളൊരു വാർത്തയാണ് അല്ലെങ്കിൽ ഒരു ചോദ്യമാണ് കുഞ്ഞാറ്റയുടെ, തേജാലക്ഷ്മിയുടെ ഒരു ചലച്ചിത്ര രംഗത്തേക്കുള്ള പ്രവേശനം. ഇപ്പോൾ ഈ അടുത്ത സമീപ സമയങ്ങളിൽ മാധ്യമങ്ങൾ എന്ത് നോക്കിയാൽ ഇവരുടെ അതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങളും ഒക്കെ ആയിട്ട് വന്നുകൊണ്ടിരിക്കുക. ഇന്ന് അതിനാണ് വിരാമമാകുന്നത്. സുന്ദരിയായവൾ സ്റ്റെല്ല എന്ന് പറയുന്ന ചിത്രത്തിലേക്ക് കുഞ്ഞാറ്റ നായിക ആയി കടന്നു വരുന്നു. ശരിക്കും ഇക്ക പ്രൊഡക്ഷൻസ് വലിയൊരു ഉത്തരവാദിത്വമാണ്. കാരണം മലയാളികളെ എന്നും ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്ന രണ്ട് പ്രതിഭകളുടെ, മനോജ് ചേട്ടനെയും ഉർവശി ചേച്ചിയുടെയും മകള് ഒരുപാട് പ്രതീക്ഷയുണ്ട്. കാരണം നമുക്കെല്ലാവർക്കും അറിയാം, അത്രത്തോളം പതിറ്റാണ്ടുകളായി മലയാള പ്രേക്ഷകരുടെ മനസ്സിൽ നിൽക്കുന്ന രണ്ട് പ്രതിഭകളാണ് മനോജ് ചേട്ടനും ഉർവശി ചേച്ചി. ഒരുപാട് കഥാപാത്രങ്ങളിലൂടെ നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ടുണ്ട്. അപ്പം തീർച്ചയായിട്ടും കുഞ്ഞാറ്റയുടെ, തേജാലക്ഷ്മിയുടെ ഈ രംഗപ്രവേശത്തിന് അത്രയും പ്രാധാന്യം. അതുകൊണ്ടാണ് ഇങ്ങനെയൊരു പ്രസ് മീറ്റ് വിളിച്ച് ആ ഒരു പ്രഖ്യാപനത്തിലേക്ക് എടുക്കാൻ തീരുമാനിച്ചത്. ഇക്ക പ്രൊഡക്ഷൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു പ്രവാസിയായിട്ടുള്ള മലയാളിയാണ്, മുഹമ്മദ് സാലി. എല്ലാവരും ഞങ്ങൾ പരിചയപ്പെട്ട കാലം തൊട്ട് ഇക്ക എന്ന് പറഞ്ഞാണ് കേൾക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരുടെ ആ വിളിയിൽ നിന്ന് എപ്പോഴും നമുക്ക് കരുതലും സ്നേഹവുമായി ഉള്ള ഇക്ക എന്നതിൽ അല്ലെങ്കിൽ ആ വാക്ക് അത് തന്നെ പ്രൊഡക്ഷൻ കമ്പനിയുടെ പേരിട്ട് അങ്ങനെ ഇക്ക പ്രൊഡക്ഷൻസിന് തുടക്കമാകുന്നു. അതും ഇന്ന് ഒരു ആദ്യമായിട്ടാണ് അദ്ദേഹം നിർമ്മിക്കുന്നത്. പിന്നെ ഇതിനകത്ത് ബിനു പീറ്റർ, ഒരു നവാഗത സംവിധായകൻ, അങ്ങനെ എല്ലാവരെയും നമ്മൾ പരിചയപ്പെടേണ്ടതായിട്ടുണ്ട്. എന്തായാലും ഇന്ന് ഈ ഒരു പ്രഖ്യാപനത്തിന് ഇതിലും കൂടുതൽ കാര്യങ്ങൾ പറയാനായിട്ട് ഇക്ക പ്രൊഡക്ഷൻ്റെ സാരഥി, നിർമ്മാതാവ് മുഹമ്മദ് സാലി രണ്ടു വാക്ക്. ഗുഡ് മോർണിംഗ്. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചു വന്ന എല്ലാവർക്കും നന്ദി. ഇക്ക പ്രൊഡക്ഷൻസ് ആരംഭിക്കുന്ന ക്രൗൺ പ്ലാസയിൽ ഈ പ്ലാറ്റ്ഫോമിലാണ്. അത് പിന്നെ സേതു ചേട്ടൻ്റെ വീട്ടിൽ വരെ എത്തി. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ക്രൗൺ പ്ലാസയിൽ ഡോക്ടർ ലാൽജീഷാണ് എനിക്ക് ബിനു പീറ്ററിനെയും മാർട്ടിൻ എന്ന് പറഞ്ഞ രണ്ട് സുഹൃത്തുക്കളെ പരിചയപ്പെട്ടത്. അതിനുശേഷം ഞങ്ങളുടെ സുഹൃത്ത് ബന്ധം ഒത്തിരി വളർന്നു. ബിനു കഥ എഴുതുന്നു, അത് എൻ്റെ അടുത്തും എൻ്റെ സുഹൃത്തായ സുഭാഷിൻ്റെ അടുത്തും പറയുന്നു. ഞങ്ങളപ്പോൾ അതൊരു സിനിമയാക്കാമെന്ന് തീരുമാനിക്കുന്നു. ഈ ജേണിയിൽ ഞങ്ങൾ ആദ്യം സ്റ്റെല്ലയാണ് അന്വേഷിച്ചത്. പക്ഷേ ഞങ്ങൾക്ക് അധികം അന്വേഷിക്കേണ്ട വന്നില്ല. കാര്യം ഞങ്ങൾക്ക് ഞങ്ങളുടെ കുഞ്ഞാറ്റ സ്റ്റെല്ലയായിട്ട് കിട്ടിയത് തന്നെയാണ് ഏറ്റവും വലിയ ഭാഗ്യം. അതിനുപരി സർജാനോ ഞങ്ങളുടെ സുന്ദരനായ ഹീറോ ആണ്. ഇത് ഞങ്ങളുടെ സുന്ദരിയായ കുഞ്ഞാറ്റയാണ്. ഇനി കൂടുതൽ സംസാരിക്കാനായിട്ട് ഞാൻ ഡയറക്ടർ ബിനു പീറ്ററിന് കൊടുക്കും. നമസ്കാരം. ഞങ്ങൾ ഈ പടം എഴുതുമ്പോൾ തന്നെ വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി സേവിച്ചേട്ടൻ്റെ വീട്ടിൽ ഞങ്ങൾ എപ്പോഴും ഇരുന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഡിസ്കഷൻ ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ എഴുതിയൊരു ക്യാരക്ടർ സേവിച്ചേട്ടനോട് പറയുമ്പോൾ സേവിച്ചേട്ടനാണ് പറയുന്നത്, എടാ ഇത് എഴുതിയത് നന്നായിരിക്കും. അത് എഴുതി വന്നപ്പോൾ ഇക്ക പറഞ്ഞ പോലെ തന്നെ ആര് ഹീറോയിൻ എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു. ആക്ച്വലി അതിനും ഉത്തരം സേവിച്ചേട്ടനാണ് പറഞ്ഞത്. ഇങ്ങനെയാണെങ്കിൽ
ഭയങ്കര രസമായിരിക്കും എന്ന് പറഞ്ഞു. ഭയങ്കര ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷനെ വന്നപ്പോൾ പോലും സേവിച്ചേട്ടൻ കറക്റ്റായിട്ട് കുറേ കാര്യങ്ങൾ പിച്ച് ചെയ്തു. അതോടൊപ്പം മോനെ നീ എന്ത് ചെയ്യണം, ഞാൻ കൂടെ ഉണ്ടെന്ന് പറയുന്ന ഒരു ഇക്കയോടെയും കൂടി ഇപ്പോൾ ഇതിവിടം വരെ എത്തി. അങ്ങനെ കഥ പറഞ്ഞു. അത് കഴിഞ്ഞ് സർജാനോട് നമ്മൾ സംസാരിക്കുമ്പോൾ സർജാൻ എന്നോട് പറഞ്ഞത്, ചേട്ടാ എനിക്ക് ഫുള്ള് സ്റ്റോറി കേൾക്കണം പറഞ്ഞു. അത് ഞങ്ങൾ ഫുള്ളിരുന്ന് നരേറ്റ് ചെയ്തു. അന്ന് രാത്രി തന്നെ പറഞ്ഞു, എനിക്ക് നാളത്തോട്ട് വെക്കേണ്ട, ഇന്ന് നൈറ്റ് തന്നെ ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. എനിക്കതിൽ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളിലാണ് കോൺഫിഡൻസ് വന്നത്. എന്തായാലും ഞങ്ങൾ എഴുതി വെച്ചത് അതേപോലെ അല്ലെങ്കിൽ അതിന് മുകളിലോട്ട് വിഷ്വലൈസ് ചെയ്യാനുള്ള ഒരു ഞങ്ങളെ നല്ലൊരു ടീമുമായിട്ടാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഞങ്ങൾ ഫുൾ എഫേർട്ടിൽ വർക്ക് ചെയ്യും. അതുമാത്രമല്ല, ഇങ്ങനെ ഒരു എല്ലാവരുടെയും ചോദ്യമാണ് എന്നാണ് സിനിമയിലോട്ട് വരുന്നതെന്നുള്ളത്. അപ്പം ഇങ്ങനെ ഒരു ഡെസ്കിലിരിക്കാൻ പറ്റിയത് അതൊരു ഭാഗ്യമായിട്ട് കാണുന്നു. ഓക്കെ, താങ്ക് യു. നമുക്ക് ശരിക്കും കുഞ്ഞാറ്റയുടെ ഒരു പ്രഖ്യാപനം നടത്താൻ ഏറ്റവും അനുയോജ്യരായവർ ശരിക്കും തേജലക്ഷ്മിയുടെ കുഞ്ഞാറ്റയുടെ പാരൻസ് തന്നെയാണ്. കാരണം വളരെ അഭിമാനത്തോടു കൂടി ഒരുപാട് കഥകൾ കേട്ട് കാണും. അതെല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനൊരു തീരുമാനം, വളരെ പ്രധാനമായിട്ടുള്ള തീരുമാനമെടുത്ത് കുഞ്ഞാറ്റയെ മലയാളികൾക്ക് മുന്നിൽ ഇപ്പോൾ അരങ്ങേറാൻ അനുവദിക്കുന്നത്. അതിന് ശരിക്കും നമ്മളോട് അതിന് 2 വാക്കുകൾ പറയാനും എന്തായിരുന്നു ആയതെന്നൊക്കെയുള്ള തീരുമാനങ്ങൾ പറയാനും പ്രഖ്യാപിക്കാൻ തന്നെ ഏറ്റവും അനുയോജ്യനായത് മനോജേട്ടൻ തന്നെയാണ്. മനോജേട്ട, എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പത്രമാധ്യമ സുഹൃത്തുക്കൾക്കും വിനീതമായ നമസ്കാരം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എന്ന വാക്കിന് ഏറ്റവും അനർത്ഥമായ ഒരു മോർണിംഗ് തന്നെയാണ്. വെരി വെരി ഗുഡ് മോർണിംഗ് ആണ് എനിക്ക് ഇന്നത്തെ ദിവസം. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ ഒരു നിമിഷമാണിത്. 7ാമത്തെ വയസ്സിൽ ഇങ്ങനെ കുഞ്ഞിനെയും കൊണ്ട് ഞാൻ ചെന്നൈയിൽ നിന്ന് വരുമ്പോൾ ഒരിക്കലും ഞാൻ ഇങ്ങനെ ഒരു കാര്യമൊന്നും ചിന്തിച്ചിട്ടില്ലായിരുന്നു. അവിടെ നന്നായിട്ട് പഠിപ്പിക്കുക, നല്ലൊരു ജോലിയൊക്കെ കിട്ടി, നല്ലൊരു പയ്യനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ച് സന്തോഷമായിട്ട് പറഞ്ഞേക്കുക, ഇത് മാത്രമായിരുന്നു ഒരു ലക്ഷ്യം. അതെല്ലാം അവളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ ജീവിച്ചു എന്നുള്ളതാണ്. എൻ്റെ കരിയറൊക്കെ ഒരുപാട് ഗ്യാപ്സ് വന്നതിൻ്റെ പ്രധാന കാരണം എൻ്റെ മോളെ അതുപോലെ പുന്നാരിച്ച് നോക്കിക്കൊണ്ടാണ്. അങ്ങനെ ഇവിടെ ചിന്മയ സ്കൂളിൽ ചേർത്തു ആദ്യം. അതിനുശേഷം എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ചോയ്സ് സ്കൂളിൽ ചേർത്തു. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഞാൻ വീട് വാങ്ങി സ്കൂളിൽ പോകാനുള്ള എളുപ്പത്തിന്. അതിനുശേഷം എന്നോട് ആദ്യം പറഞ്ഞൊരു ആഗ്രഹം, അച്ഛൻ എനിക്ക് ബാംഗ്ലൂരിൽ +2 കഴിഞ്ഞപ്പോൾ ബാംഗ്ലൂരിൽ എനിക്ക് ക്രൈസ്റ്റ് കോളേജിൽ പഠിക്കണം. അതൊരു ആദ്യത്തെ ആഗ്രഹം പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞു ബാംഗ്ലൂരൊക്കെ വേണോ, നമുക്ക് പറ്റുന്നൊരു സ്ഥലമാണോ? ഇല്ല വെച്ചാൽ ഞാൻ എൻ്റെ കാര്യങ്ങൾ നോക്കിക്കോളാം, ധൈര്യമായിട്ടിരുന്നോളാം. അങ്ങനെ ബാംഗ്ലൂർ വിട്ട് ബാംഗ്ലൂർ ക്രൈസ്റ്റ് കോളേജ് കഴിഞ്ഞപ്പം പറഞ്ഞു എനിക്ക് ഇവിടെ തന്നെ എന്തെങ്കിലും ജോലി ചെയ്യണം. അപ്പം ഞാനത് പോയി രക്ഷപ്പെട്ട് ജോലിയൊക്കെ ചെയ്ത് അങ്ങനെ ഇതാകുമെന്ന് വെച്ചു. അങ്ങനെ ബൈജൂസ് ആപ്പ് എന്ന് പറയുന്ന അന്നത്തെ ഒരു പ്രബലമായ കമ്പനിയിൽ ഞാൻ അതിൻ്റെ ഒരു ഒഫീഷ്യൽ ഒരാളെ വിളിച്ച് ജോലി വാങ്ങിച്ചു. അങ്ങനെ ജോലി വാങ്ങിച്ചു കൊടുത്തു. അങ്ങനെ കുറേ കാലം ബൈജൂസ് ആപ്പിൽ വർക്ക് ചെയ്തു. അതിനുശേഷം അവളുടെ സ്വന്തം ഇഷ്ടപ്രകാരം വേറെ 1-2 കമ്പനിയിലും ജോലി ചെയ്തു. അപ്പോഴൊക്കെ എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു സിനിമയിലേക്ക് വരുമ്പോൾ. കാരണം ഞാൻ എൻ്റെ കാര്യങ്ങൾക്ക് ഞാൻ ഒട്ടും സെൽഫ് മാർക്കറ്റിംഗ് ഇല്ലാത്തൊരു ആക്ടറാണ്. മലയാളത്തിൽ ഇത്രയും സെൽഫ് മാർക്കറ്റിംഗ് ഇല്ലാത്തൊരാൾ ഞാൻ മാത്രമേ കാണുള്ളൂ. ഇപ്പോഴും ഞാൻ എന്നെ ഏതെങ്കിലും സിനിമയ്ക്ക് വിളിച്ചാൽ മാത്രം പോവുക, ആരെയും വിളിച്ച് ഉപദ്രവിക്കാതിരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു തത്വം. അപ്പം അങ്ങനെ ഒരാളുടെ മകൾ ഇങ്ങനെ സിനിമയിലേക്ക് വന്നാൽ ഞാൻ എങ്ങനെ അത് മാനേജ് ചെയ്യും എന്നൊക്കെ ഉള്ള പേടിയുണ്ടായിരുന്നു. അങ്ങനെ ഈ അടുത്ത സമയത്ത് 2 വർഷം മുമ്പാണ് എന്നെ പറയുന്നത്, ഒരു പ്രായപൂർത്തിയായ മകൾ അച്ഛനോട് തുറന്ന് സംസാരിക്കുന്ന ഒരു മകളാണെങ്കിൽ, അച്ഛനത് കേൾക്കുന്ന അച്ഛനാണെങ്കിൽ പറയാവുന്നൊരു കാര്യമുണ്ട്, അച്ഛൻ എനിക്കൊരാളെ ഇഷ്ടമാണ്, എനിക്ക് കല്യാണം കഴിച്ചു തരുമോ എന്ന് ചോദിക്കുന്ന അതേ ലാഘവത്തോടുകൂടി, അച്ഛാ എനിക്ക് സിനിമ ഇഷ്ടമാണ്, എനിക്ക് സിനിമയിൽ അഭിനയിച്ചാൽ കൊള്ളാമെന്നുണ്ടെന്ന് ആദ്യമായിട്ട് എന്നെ തുറന്നു പറയുന്നത്. ഇതെല്ലാം പറയുന്നത് എൻ്റെ ഭാര്യ ആശയോടാണ്. ആശ അവൾക്ക് അമ്മ മാത്രമല്ല നല്ല സുഹൃത്തും കൂടെയാണ്. അതുകൊണ്ട് എപ്പോഴും ആശയോടാണ് കാര്യങ്ങളെല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന. ആശ വഴിയാണ് ഞാൻ അറിയാറ്. അപ്പോൾ ആശ പറഞ്ഞു മോൾ അച്ഛനോട് തന്നെ പറയാൻ പറഞ്ഞു. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ എന്നോട് പറയും,
ഞാൻ ഒരിക്കലും നോ എന്ന് പറഞ്ഞില്ല. കാരണം അവളുടെ ഇഷ്ടമാണ്. ഒരിക്കലും എൻ്റെ ആഗ്രഹം വേറെ ആണെങ്കിലും മോളത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നടത്തി കൊടുക്കുക എന്നുള്ളതാണ് ഒരു പിതാവിൻ്റെ കടമ എന്ന് ഞാൻ വിശ്വസിച്ചു. അങ്ങനെ നമുക്ക് വനിതയിലൊരു ഇൻ്റർവ്യൂ കൊടുക്കാം. അച്ഛയ്ക്ക് ഇപ്പോൾ ചാൻസ് ആരുടെയെങ്കിലും വിളിച്ചു വഹിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയൊന്നും കിട്ടുന്ന ഫീൽഡല്ല സിനിമ. നമുക്കൊരു സമയം ഉണ്ടാവും, ആ സമയത്തെ അവർ വിളിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ വനിതയിൽ ഇൻ്റർവ്യൂ കൊടുത്ത് ഇങ്ങനെ ഒരു അറിയിപ്പ് ഞാൻ അറിയിച്ചു, മോൾക്ക് ഇങ്ങനെ ഇൻട്രസ്റ്റ് ഉണ്ട് സിനിമയിൽ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കുറച്ച് വിളികളൊക്കെ വന്നു. അതിനുശേഷം ആദ്യം ഞാൻ പറഞ്ഞത്, ഇത് അമ്മയെ അറിയിക്കുക, മോളുടെ അമ്മയെ അറിയിക്കണം. അതിനുവേണ്ടി ചെന്നൈയിൽ പോയാലും കുഴപ്പമില്ല, ഉർവശിയോട് പോയി ഈ കാര്യം പറയണം. അവരുടെ അനുഗ്രഹമാണ് ആദ്യം മേടിക്കേണ്ടത്. കാരണം അവർ ദക്ഷിണേന്ത്യകളുടെ ഏറ്റവും വലിയ വെർസറ്റാലിറ്റി ഉള്ളൊരു ആക്ട്രസ്സാണ്. അങ്ങനെ ഒരാളുടെ മകളാണ്. അപ്പോൾ നമ്മൾ ചെന്നൈയിൽ പോയി അമ്മയുടെ അനുഗ്രഹം മേടിക്കണമെന്ന് പറഞ്ഞു. ഞാൻ വിട്ടു. ഞാൻ കുറച്ച് ഇമോഷണൽ, എപ്പോഴും അങ്ങനെയാണ്. ഇത്തരം കാര്യങ്ങൾ, മോളുടെ കാര്യങ്ങൾ വരുമ്പോഴേക്കും ഞാൻ അങ്ങനെയാവും. അങ്ങനെ ഞാൻ വിട്ടു. അവളുടെ അമ്മ വളരെ സന്തോഷത്തോടുകൂടി അത് സമ്മതിച്ചു. അങ്ങനെ ഇന്നിവിടം വരെ എത്തി. ഇതിനിടയ്ക്ക് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സേതുവും അലക്സുമാണ് ഇതിൻ്റെ പുറകിലേക്ക് പ്രവർത്തിച്ച് വന്നത്. സേതുവിനോട് പറഞ്ഞു, മനോജേട്ടാ മോൾക്കൊരു നല്ല റോളുണ്ട്, നല്ല പ്രൊഡക്ഷനാണ്. മുഹമ്മദ് സാലി എന്ന് പറയുന്ന സഹൃദയനായ പ്രവാസിയായ ഒരു പ്രൊഡ്യൂസറാണ് വരുന്നത്. ഡയറക്റ്റ് ചെയ്യുന്നത് ഫിലിംസൊക്കെ ചെയ്തിട്ടുള്ള ബിനു എന്ന് പറയുന്ന പുതിയൊരാളാണ്. നമുക്ക് ഈ സിനിമ ചെയ്താൽ എങ്ങനെ ഉണ്ടാവും, ചേട്ടനൊന്ന് കഥ കേൾക്കാമോ എന്ന് ചോദിച്ചു. ഞാൻ പറയുന്ന ആദ്യം ഉർവശിയെ കഥ കേൾപ്പിക്കുക, അവരാണ് തീരുമാനിക്കേണ്ടത്. ഫീമെയിൽ ആർട്ടിസ്റ്റാണ്, അവരുടെ എത്ര എക്സ്പീരിയൻസ്, എനിക്ക് എത്ര ക്യാരക്ടറെ ചൂസ് ചെയ്യാൻ നമുക്കറിയില്ലല്ലോ. അപ്പം ഞാൻ പറഞ്ഞു, അമ്മയെ വിളിച്ച് പറയുക, അവർ കഥ കേൾക്കട്ടെ, എന്നിട്ട് ഞാൻ കേൾക്കാം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അവർക്ക് വളരെ തൃപ്തിയായി. അതിന് ശേഷമാണ് ഞാൻ ഈ കഥ കേൾക്കുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, മോൾക്ക് അതിലേറെ ഇഷ്ടപ്പെട്ടു. ഒരു തുടക്കക്കാരിക്ക് ഇത്രയും നല്ലൊരു അവസരം കിട്ടുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. ഉർവശിയായാലും അവർ തുടക്കത്തിൽ ചെറിയ ചെറിയ വേഷങ്ങളോട് വന്ന് മുന്താണയും മുടിച്ച് എന്ന സിനിമയിലൂടെയാണ് ഏറ്റവും പ്രശസ്തി ആർജിച്ചത്. ഞാനും വളരെ വളരെ ചെറിയ വേഷങ്ങളോട് വന്ന് സർഗം എന്ന സിനിമയിലെത്തിയപ്പോഴാണ് എനിക്ക് ഒരു ബ്രേക്ക് കിട്ടിയത്. പക്ഷെ മോൾക്ക് സുന്ദരിയായവൾ സ്റ്റെല്ല എന്ന ടൈറ്റിൽ റോൾ തന്നെ തുടക്കത്തിൽ കിട്ടിയിരിക്കുകയാണ്. ഇത് ദൈവഭാഗ്യമാണ്, ഈ എല്ലാ ഈശ്വരന്മാരുടെയും ഭാഗ്യമാണ്, അവളുടെ അപ്പൂപ്പൻ്റെ ഭാഗ്യമാണ്. കാരണം എൻ്റെ അച്ഛൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു മോള് സിനിമയിൽ വരണമെന്ന്. എൻ്റെ അച്ഛൻ മരിച്ചപ്പോൾ എന്നെക്കാളും കൂടുതൽ ഒരുപാട് കരഞ്ഞത് കുഞ്ഞാറ്റയാണ്. കെട്ടിപ്പിടിച്ചവൾ കിടന്ന് കരഞ്ഞു. ഞാനത് എനിക്കെന്തോ കാര്യമുണ്ടെന്ന് തോന്നി. അപ്പോൾ എന്താ മോൾ ഇത്രയും കരയെന്ന് ഓർത്തപ്പോൾ ഞാൻ പറഞ്ഞു, എന്താ മോൾ ഇങ്ങനെ ഇമോഷണലാവെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഇല്ല അച്ഛാ, എൻ്റെ അപ്പൂപ്പനാണ് ഞാൻ സിനിമയിൽ വരണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത്. എപ്പോഴും എന്നെ കാണും പറയും, മോള് വലിയ നടിയാവും, മോള് ആക്ട്രസ് ആവണം, ടാലൻറ്റഡ് ആണ് എന്ന് പറഞ്ഞ് എന്നെ എപ്പോഴും ബ്ലെസ് ചെയ്യുമായിരുന്നു. അപ്പോൾ പിന്നെ ഇപ്പോൾ ഈ ഒരു അവസരം വന്നിട്ട് അത് കാണാൻ സാധിക്കുന്നില്ലല്ലോ എന്നൊരു വലിയ വിഷമമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഒരുപാട് ഇമോഷണലാകുന്നത്. അപ്പോൾ എൻ്റെ അച്ഛൻ്റെ ആഗ്രഹമായിരുന്നു, എൻ്റെ അച്ഛൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു കുഞ്ഞാറ്റ സിനിമയിൽ വരണം. എൻ്റെ അച്ഛനെ ഈ അവസരത്തിൽ ഞാൻ സ്മരിക്കുന്നു, എൻ്റെ അമ്മയെയും. അങ്ങനെ എല്ലാവരുടെയും ബ്ലെസ്സിങ് ഇപ്പോൾ രാവിലെ മേടിച്ചുകൊണ്ടാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. രാവിലെ എന്നെ ഉർവശി അമ്മ അവളെ വിളിച്ചു, ബ്ലെസ് ചെയ്തു. ഞാൻ പറഞ്ഞു, ഉർവശിയുടെ അമ്മയും വിളിക്കണം. എല്ലാവരും വിളിച്ച് സംസാരിച്ച് എത്തിയിരിക്കുകയാണ്. ഇനി നിങ്ങളുടെ അനുഗ്രഹമാണ് വേണ്ടത്. എന്നെയും അവളുടെ അമ്മയൊക്കെ സിനിമയിൽ വളർത്തിയതൊക്കെ നിങ്ങളുടെ അനുഗ്രഹം കൊണ്ടാണ്, നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ്. ആ സപ്പോർട്ട് ഞങ്ങളുടെ പാരമ്പര്യം പിന്തുടർന്ന് വരുന്ന എൻ്റെ പ്രിയപ്പെട്ട മകൾക്ക് കുഞ്ഞാറ്റയ്ക്ക് നിങ്ങൾ നൽകണം എന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. ഈ സിനിമ ഏറ്റവും വലിയ വിജയമാകാൻ വളരെ ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. കാരണം ഇതിന് പണം മുടക്കുന്ന ആളെന്ന് പറഞ്ഞാൽ ഇത്രയും നല്ലൊരു
മനുഷ്യനെ ഞാൻ കണ്ടില്ല. അദ്ദേഹം ഇതിന് സാമ്പത്തികമായി ഇതിന് പുറകിൽ നിൽക്കുന്ന ആളാണെങ്കിൽ അതിനേക്കാളുപരി ഈ സിനിമയെ ജീവന് തുല്യം സ്നേഹിച്ച് വരുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ സിനിമ അദ്ദേഹത്തിന് എന്ത് ഈ പടത്തിന് മുടക്കിയിട്ടുണ്ടോ അതിൻ്റെ 4 ഇരട്ടി കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ സംവിധായകൻ പുതിയ ആളാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിരിക്കും ആ സിനിമ. അത് അദ്ദേഹം എന്ത് വിഷ് ചെയ്യുന്നോ ആ രീതിയിൽ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർജാനയുടെ സിനിമകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അടുത്ത കാലത്ത് വന്ന അപ്കമ്മിങ് ആക്ടറാണ്. എന്നോട് കാണിച്ചു, ഫോട്ടോ കാണിച്ചാൽ 2-3 പേരൊക്കെ വന്നു. വേറെ പല ഹീറോസിനെ ഇങ്ങനെ ചൂസ് ചെയ്ത് വന്നപ്പോൾ സർജാനയുടെ ഫോട്ടോ കാണിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അച്ഛയ്ക്ക് ഇഷ്ടപ്പെട്ടു, നല്ല മിടുക്കനാണ്, സ്റ്റെല്ലയ്ക്ക് ചേർന്ന ആളായിട്ട് എനിക്ക് തോന്നി. അപ്പം അങ്ങനെ സർജാന ഇതിലെത്തി. മറ്റു പ്രമുഖരായ പല താരങ്ങളും ഇതിലുണ്ട്. പിന്നീട് അവരറിയിക്കും. എന്താ പറയുക, സേതു എന്ന് പറയുന്ന എൻ്റെ ഡിയറസ്റ്റ് ഫ്രണ്ടാണ്. നിങ്ങൾക്കറിയാം, എൻ്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ വഴിത്തിരിവാണ് സീനിയേഴ്സ് എന്ന പടം. കാരണം ഞാൻ സീരിയസ് റോളുകൾ ചെയ്ത് വന്ന് എനിക്കൊരു ഹാസ്യപ്രധാനമായ വേഷങ്ങളിലേക്ക് ഞാൻ എത്തുന്നില്ല എന്നുള്ളൊരു പരാതി പൊതുവെ പ്രേക്ഷകരുടെ ഉണ്ടായിരുന്നു. അത് മുഴുവൻ മാറ്റിമറിച്ച് എനിക്ക് വലിയ ഒരു ബ്രേക്ക് തന്ന സിനിമയായിരുന്നു സീനിയേഴ്സ്. സച്ചിയും സേതുവാണ് എഴുതിയത്. സേതു അന്നുമുള്ള ആത്മബന്ധമാണ്. അതിനുശേഷം ഇമ്മീഡിയറ്റ് ആയിട്ട് ഞങ്ങൾ മല്ലു സിംഗും സേതുവിൻ്റെ ഒറ്റയ്ക്കുള്ള രചനയിൽ ഞാൻ അഭിനയിച്ചു. അങ്ങനെ സേതുവായിട്ടുള്ള ആത്മബന്ധം വളരെ വലുതാണ്. പിന്നെ അലക്സ് എത്രയോ വർഷങ്ങളായിട്ടുള്ള ആത്മബന്ധമാണ്. അലക്സിനെ ആ സിനിമയിൽ വന്ന കാലം മുതലുള്ള പരിചയമൊക്കെയാണ്. അപ്പം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട, എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ക്രൂവാണ് ഇതിൽ വർക്ക് ചെയ്യുന്നത്. എൻ്റെ ഒരു സ്വന്തം വീട് പോലെ തന്നെ അവിടെ എനിക്ക് കാണാൻ കഴിയും. അത്ര നല്ല രീതിയിൽ എല്ലാം കൊണ്ടും അനുഗ്രഹിച്ച ഒരു സെറ്റായിരിക്കും ഞാൻ വിശ്വസിക്കുന്നു. ഒരുപാട് സന്തോഷം. ഞാൻ പ്രഖ്യാപനമൊന്നുമില്ല, ഒരറിയിപ്പാണ്. എൻ്റെ മകൾ അങ്ങനെ സിനിമയിലെത്തുന്നു. ഞങ്ങളുടെ കുടുംബ പാരമ്പര്യം കാത്തു സൂക്ഷിക്കാൻ അവൾക്ക് സാധിക്കട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഏവർക്കും ഒരുപാട് നന്ദി. കാരണം ഇവിടെ ഇന്ന് രാവിലെ ഈ മഴയത്ത് പലരും ട്രാഫിക് ബ്ലോക്കിലൊക്കെ പെട്ടാണ് വന്നത്. അപ്പോൾ എന്നും എപ്പോഴും മോളുടെ കൂടെ ഉണ്ടാവണം. ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. ഇത്രയും കരുതലും സ്നേഹമുള്ള ഈ അച്ഛൻ്റെ മകൾക്കും നമ്മുടെ അടുത്ത് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടോ കുഞ്ഞാൻ? ഹലോ, എല്ലാവർക്കും നമസ്കാരം. എസ്പെഷ്യലി ടു ദ മീഡിയ ഹൗസസ് ആൻഡ് എവ്രി വൺ ഹൂസ് പ്രസൻറ്റ് ഹിയർ ടുഡേ. എസ്പെഷ്യലി ഇന്ന് രാവിലെ അച്ഛൻ പറഞ്ഞ പോലെ ഒരുപാട് മഴയും എല്ലാവർക്കും ഉണ്ടായിരുന്നു. അപ്പം എല്ലാവർക്കും എത്താൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്, എല്ലാവരും ഇങ്ങനെ കാണാൻ പറ്റിയത്. നിങ്ങൾക്കറിയാം, ഇതെൻ്റെ ഫസ്റ്റ് പ്രസ് മീറ്റാണ്, പ്ലസ് ഇറ്റ്സ് മൈ ഫസ്റ്റ് മൂവി എവർ. ഒരുപാട് സന്തോഷം ഇൻ ദ ഫസ്റ്റ് പ്ലേസ്. കാരണം ഞാൻ ഒരുപാട് നാളായിട്ട് എൻ്റെ സ്വപ്നമാണ് സിനിമ എന്ന് പറയുന്നത്. അതിപ്പം ഞാൻ അച്ഛൻ പറഞ്ഞ പോലെ ഞാൻ ഒരുപാട് നാൾക്ക് ശേഷമാണ് ഞാൻ അവരുടെ അടുത്ത് പോയി പറയുന്നത്, എനിക്കിതുപോലൊരു ആഗ്രഹമുണ്ട്, എനിക്ക് അഭിനയിക്കണം. അപ്പോൾ എനിക്ക് എന്താണ് റിയാക്ഷൻ ഉണ്ടാവുക എന്നൊന്നും എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. ബട്ട് ദെൻ ഐ തോട്ട് എനിവേസ് ലെറ്റ്സ് ഗിവ് ഇറ്റ് എ ഷോട്ട്. ബിക്കോസ് എനിക്ക് വർക്ക് ചെയ്യണമെന്നുണ്ടായിരുന്നു. ഞാൻ കുറച്ചാൾ വർക്ക് ചെയ്തു. പക്ഷെ അതിനുശേഷവും ഐ ഫെൽറ്റ് ലൈക്ക് സംതിങ് ഈസ് ഇൻകംപ്ലീറ്റ്. എനിക്ക് എന്തോ ഐ എം നോട്ട് എന്താ പറയുക, സാറ്റിസ്ഫൈഡ് അല്ല എന്നുള്ളൊരു രീതിയിൽ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് എന്തായാലും എനിക്ക് തോന്നുന്നു സിനിമ തന്നെ ആയിരിക്കും. കാരണം എനിക്കും അങ്ങനെ കുഞ്ഞിലേ മുതലേ ഞാൻ കണ്ടു വളർന്ന ഒരു സിറ്റുവേഷനാണ്, അല്ലെങ്കിൽ ഒരു എൻവയൺമെൻ്റ് ആണ്. അപ്പോൾ എന്തായാലും എനിക്കത് ട്രൈ ഔട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു. സോ ഐ ടോൾഡ് ദം. അങ്ങനെ ഫൈനലി അങ്ങനെ ഇതുപോലെ അച്ഛൻ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഏത് കേൾക്കുമ്പോഴും ഞാൻ ഫസ്റ്റ് സ്ക്രീനിങ് നടത്തുന്നത് അച്ഛനമ്മയിലും കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ കേൾക്കുന്നത് മെയിനായിട്ട്. കാരണം എനിക്ക് അവർ എന്നെക്കാട്ടിലും എത്രയോ വർഷം, എന്നെക്കാട്ടിലും നല്ല ഐ മീൻ ലൈക്ക് അവർ ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളതാണ്, മോർ ദൻ 30-40 years. അപ്പോൾ ഡെഫിനറ്റ്ലി അവരുടെ ഒപ്പീനിയൻ ആയിരിക്കും ബെറ്റർ ദൻ മൈൻ, ആൻഡ് ഐ നോ ദാറ്റ് ടു. അപ്പോൾ ഞാൻ എന്തായാലും അവരുടെ നിന്ന് ആദ്യം കഥയെല്ലാം കേട്ടിട്ടാണ് വന്നത്. അപ്പം ഈ സേതു സാറിൻ്റെ പ്രോജക്റ്റ് വരുമ്പം ഇതുപോലെ ഞാൻ അമ്മയുടെ കൂടെ ഒരു ഫോട്ടോഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഗൃഹലക്ഷ്മിയിൽ. അപ്പോൾ ആ ടൈമിൽ ഡിസൈനർ ആൻറ്റി ഉണ്ടായിരുന്നു, ഹർ നെയിം ഇസ് ദീപാലി. അപ്പോൾ പുള്ളിക്കാരി എന്നെ ഒരു ദിവസം വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, അല്ല മോളെ, ഇതുപോലെ നമ്മുടെ ഫോട്ടോഷൂട്ട് കണ്ടിട്ട് എന്താണ് എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, അത് അച്ഛനും എല്ലാവർക്കും അറിയായിരിക്കും, സേതു എന്നാണ് പേര്. ഞാൻ പറഞ്ഞു, ചേച്ചി മീനാട്ടി എനിക്ക് അറിയാം, ഐ തിങ്ക് ഐ നോ ചോക്ലേറ്റും അതൊക്കെ ഞാൻ കുറേ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സല്ലേ. അപ്പോൾ പറഞ്ഞു അതെ, അപ്പോൾ സാറിന് ഇതുപോലെ സംസാരിക്കണമെന്നുണ്ട്, മോളെ വിളിച്ചോട്ടെ. ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും വിളിക്കാം.
അങ്ങനെ എന്നെ വിളിച്ചത് അപ്പോഴേ തന്നെ ഞാൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു ഇതുപോലെ അമ്മയുടെ അടുത്ത് സംസാരിക്കുക. അങ്ങനെ ഇതുപോലെ അവർ പറഞ്ഞ പോലെ തന്നെ എല്ലാ പ്രൊസീജിയേഴ്സും അങ്ങനെ നടന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കഥ. ആൻഡ് എന്താ പറയുക, ഫസ്റ്റ് മൂവി തന്നെ ഇത്രയും വലിയൊരു ക്യാരക്ടർ എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഒരു ലക്കും ഭയങ്കര ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. കാരണം ഞാൻ വർക്ക് നിർത്തി കഴിഞ്ഞിട്ടും ആഗ്രഹം പ്രകടിപ്പിച്ചതിന് ശേഷവും ഒരുപാട് നാൾക്ക് ശേഷമാണ് ഞാനൊരു കമ്മിറ്റ്മെൻറ്റിലോട്ട് എത്തുന്നത്. ദാറ്റ് ഐ വിൽ കമ്മിറ്റ് എ മൂവി എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇത്രയും നല്ലൊരു ക്യാരക്ടർ വിത്ത് സച്ച് എ ഗ്രേറ്റ് ക്രൂ. സേതു സാറൊക്കെ ആണെങ്കിൽ ഞാൻ സീനിയേഴ്സ് ഇൻ മല്ലു സിംഗ്, ചോക്ലേറ്റ്, വട്ടെവർ ഹീസ് ഡൺ എല്ലാ മൂവീസും എനിക്ക് ഭയങ്കര എന്താ പറയുക ക്ലോസ് ടു മൈ ഹാർട്ട് ആയിട്ടുള്ള മൂവീസാണ്. എല്ലാ ഡയലോഗ്സ് ഒക്കെ നമ്മളിങ്ങനെ ഓർത്തിരിക്കുന്നതാണ്. പിന്നെ സലീക്ക ഈ പടത്തിലൂടെ ഫസ്റ്റ് നമ്മൾ ആക്ച്വലി മോസ്റ്റ് ഓഫ് അസ് നമ്മൾ പുതിയ ആൾക്കാരാണ്. പക്ഷെ ഒരുപാട് സന്തോഷം. ആൻഡ് അച്ഛൻ പറഞ്ഞ പോലെ എല്ലാവർക്കും എന്താ പറയുക അച്ഛൻ്റെ ഫ്രണ്ട്സും കൂടെ ആയതുകൊണ്ട് എനിക്കും ഭയങ്കര കംഫർട്ട് സോണാണ്. ലൈക്ക് ഐ വിൽ ഓൾസോ ഫീൽ ലൈക്ക് എനിക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക ഞാനും ഇവിടെ എന്താ കംഫർട്ടബിൾ ആയിരിക്കും എന്നുള്ള രീതിയിലുള്ളൊരു ക്രൂ ആണ്. ആൻഡ് സർജാനോ ഹീസ് ബിൻ എ ഫ്രണ്ട്, ലൈക്ക് എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ ഫ്രണ്ടാണ്. സോ ഐ ഹവ് നോൺ ഹിം ഫോർ എ വെരി ലോങ് ടൈം നൗ. പിന്നെ അലക്സേട്ടൻ ഓൾസോ അച്ഛൻ്റെ ഫ്രണ്ടാണ്, ഞാൻ പണ്ട് മുതലേ അറിയാവുന്നതാണ്. പിന്നെ ബിനു സർ നമുക്ക് ഒരേപോലെ സെയിം മൂവി ലോഞ്ചിങ് ആൻഡ് ഓൾ ദാറ്റ്. അപ്പോൾ ഒരുപാട് സന്തോഷം. എന്താ പറയുക, നിങ്ങളുടെ അടുത്ത് എനിക്ക് ആദ്യം പറയണമെന്നുണ്ടായിരുന്നു, ഫസ്റ്റ് മൂവിയുടെ അനൗൺസ്മെൻറ്റ് അങ്ങനെ തന്നെ നടത്തണമെന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും വന്നതിൽ ഒരുപാട് സന്തോഷം. കാരണം നിങ്ങളാണ് ഞങ്ങളെയൊക്കെ വളർത്തുന്നത്, ഞങ്ങൾ ആർട്ടിസ്റ്റിനെ എല്ലാവരെയും വളർത്തുന്നതും. യു ഗൈസ് ആർ ദി വൺസ് ഹു ഡിസൈഡ് എവറിത്തിങ് ഫോർ അസ് ഓൾസോ. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം എന്നും. ക്രിറ്റിസിസംസ് ഒക്കെ എന്തായാലും ഉണ്ടാവും, ആൻഡ് ഐ ടേക്ക് ഇറ്റ് പോസിറ്റീവ്ലി. ബട്ട് ഐം ഗ്ലാഡ് ടു ബി ഹിയർ. ഒരുപാട് സന്തോഷം. സിനിമ ഇറങ്ങുമ്പോൾ എല്ലാവരും പോയി കാണാം. നിങ്ങളിവിടെ വന്നതിൽ തന്നെ എനിക്ക് ഐ ഫീൽ റിയലി ബ്ലെസ്ഡ്. ആൻഡ് ഹാദിർ ചേച്ചി എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. ഇന്നലെ വൈകിട്ട് ഞാനൊരു ക്ലാസ് കൊടുത്താൽ ഇങ്ങോട്ട് വിട്ടത്. പക്ഷേ അതിനെയൊക്കെ മറികടന്ന് ഫീനിക്സ് പക്ഷിയെ പോലെ പറന്നു വരുന്നുള്ള സംസാരിച്ച് ഇത്ര നന്നായിട്ട് സംസാരിക്കും ഞാൻ ഓർത്തില്ല. കാരണം ഞാൻ പറഞ്ഞ് ഇന്ന പോലെയൊക്കെ ആയിരിക്കണം. കാരണം അവർക്ക് പരിചയമില്ല, ഫസ്റ്റ് ടൈമല്ലേ. എനിക്ക് തന്നെ ഞാൻ തന്നെ അധികം പ്രസ് മീറ്റിൻ്റെ മുമ്പിൽ അങ്ങനെ വന്നിട്ടില്ല. നിങ്ങൾക്കറിയാം, ഞാൻ അങ്ങനെ നിങ്ങളുടെ മുമ്പിൽ അധികം ഇങ്ങനെയുള്ള രീതിയിൽ വന്നിട്ടില്ല. അപ്പം എനിക്ക് തന്നെ ടെൻഷനുണ്ട്, ഒരുപാട് ടെൻഷനുണ്ട്. അപ്പോൾ അവൾക്ക് എന്തുമാത്രം ഉണ്ടാകും. അതുകൊണ്ട് ഞാൻ ചെറിയ ക്ലാസ്സൊക്കെ കൊടുത്തിരുന്നു. പക്ഷെ ആ ക്ലാസ്സൊക്കെ തന്നെ അതിനൊക്കെ മറികടന്ന് നന്നായി മോളെ. ഓക്കെ, ഇനി അടുത്ത ആളാണ്. നമുക്കപ്പോൾ സുന്ദരിയായ സ്റ്റെല്ലയുടെ നായക പദവി അലങ്കരിക്കുന്ന സർജാൻ. ഹലോ, നമസ്കാരം. ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും താങ്ക് യു. ആൻഡ് ഈ കഥ ഞാൻ ആദ്യമായിട്ട് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയി. കാരണം ഞാൻ ഇതുവരെ ചെയ്യാത്തൊരു ജോണറിലുള്ളൊരു പടമാണ്. ആൻഡ് കുറേ കോമഡി പരിപാടിയൊക്കെ ഉണ്ട്. ആൻഡ് ഐ എം ഹോപ്പിംഗ് ദാറ്റ് ഈ ക്യാരക്ടർ എനിക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. അലക്സേട്ടനെ അറിയുമെന്ന് അറിയില്ല. അലക്സേട്ടനാണ് എന്നെ ഈ സിനിമയിലോട്ട് വിളിക്കുന്നത്. അലക്സേട്ടൻ എനിക്ക് തോന്നുന്നത് ഞാൻ ചെറിയ കുട്ടിയായിരുന്നപ്പം, ഇതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ ചെറിയ കുട്ടിയായിരുന്നപ്പം അങ്ങനെയല്ല, ഭയങ്കര ചെറുതായിരുന്നപ്പം, ഒരു പ്രോബബ്ലി ഒരു 10 വർഷം മുമ്പ് ഓർ മോർ ദാൻ ദാറ്റ്, ഒരു പടത്തിന്റെ ഷൂട്ടിന് ഞങ്ങളുടെ ഫ്ലാറ്റിൽ വന്നിട്ടായിരുന്നു ഷൂട്ട്. അപ്പോൾ രാത്രി ഇങ്ങനെ ഷൂട്ട് ഭയങ്കര എക്സോസ്റ്റഡ് ആയിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഐ റിമെമ്പർ ഞാൻ പോയിട്ട് അലക്സേട്ടൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട്. അത് പിന്നെ പറയാം, ഞാൻ പറഞ്ഞിട്ടില്ല ഇതുവരെ ചേട്ടനത്. അപ്പം അന്ന് വെറുതെ ഒരു കൗതുകത്തിൽ ഞാൻ പോയിട്ട് നമ്മൾ സിനിമയിലൊക്കെയുള്ള ചേട്ടന്മാർ എന്നൊക്കെ വിചാരിച്ചിട്ട് ഉണ്ടാകുന്ന അവിടെ പോയി സംസാരിക്കുമല്ലോ, അതുപോലെ പോയി സംസാരിച്ചാണ്. ചേട്ടൻ ഭയങ്കര സ്വീറ്റ് ആയിട്ട് എൻ്റെ അടുത്ത് അന്ന് സംസാരിച്ചിട്ടുണ്ട്. എനിക്ക് അന്നൊരു കാർഡും എൻ്റെ ഓർമ്മയിൽ എനിക്ക് അന്നൊരു കാർഡൊക്കെ തന്നിട്ടുണ്ട് നിങ്ങളുടെ കമ്പനിയുടെ. വെറുതെ ഞാൻ ഇത്രയും ചെറിയ കുട്ടിയെ എന്തിനാണ് ഈ കാർഡ് തന്നത് ഇപ്പം ആലോചിക്കുമ്പോൾ. പക്ഷെ എന്നാലും അതിന് ശേഷം ഞങ്ങൾ കുറേ കാലത്തിന് ശേഷം കാണുന്നത് ഈ സിനിമയുടെ വേറൊരു പരിപാടിക്ക് വേണ്ടിയായിരുന്നു. ആൻഡ് അവിടുന്ന് ചേട്ടൻ എന്നെ ഈ സിനിമയിലോട്ട് ഇൻവൈറ്റ് ചെയ്തു. ഇങ്ങനൊരു സാധനം ഉണ്ടാടാ, നീ ഒന്ന് കേട്ടോ എന്ന് പറഞ്ഞു. സോ ഐ ബിലീവ് ഇൻ ദ സർക്കിൾ. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് അവിടെ തൊട്ട് തന്നെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പിന്നെ ബിനിച്ചേട്ടനെ കണ്ടിട്ട് കഥ കേട്ടപ്പം അതിലും കൂടുതൽ എക്സൈറ്റഡ് ആയി. പിന്നെ നമ്മുടെ ഇക്കാനെ കണ്ടു. ശാലിക പ്രൊഡ്യൂസറിനപ്പുറം ഐ തിങ്ക് ഭയങ്കര ഇൻവെസ്റ്റഡ് ആണ് ഈ സിനിമയിൽ. ഇമോഷണലി ഭയങ്കര ഇൻവെസ്റ്റഡ് ആണ്. ഹി വാസ് ടെല്ലിങ് മീ ഹൗ ഇമ്പോർട്ടൻറ്റ് ദിസ് ഫിലിം ഇസ് ഫോർ ഹിം. ഹീസ് ഓൾസോ ഇവരൊക്കെ ഫ്രണ്ട്സ് ആണ്. അപ്പം ഇവര്
ഒരുമിച്ച് കൂടി ഇന്ന് ഉണ്ടായ ഒരു സിനിമയാണ്. കുറച്ച് കാലമായിട്ട് അവർ ഒരുമിച്ച് ഈ ഫ്രണ്ട്ഷിപ്പിലൂടെ ഉണ്ടായ സിനിമയാണ്. അപ്പം ഐ റിയലി വിഷ് വെരി ഗുഡ് ഫോർ യു. നല്ലൊരു സിനിമയെ മാറട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ആൻഡ് എനിക്കിവിടെ ലൈക്ക് ചേട്ടൻ മനോജ് ചേട്ടൻ താങ്ക് യു സോ മച്ച്. എന്നെക്കുറിച്ച് ഇങ്ങനെ നല്ല പറഞ്ഞപ്പോൾ എനിക്ക് സന്തോഷമായി. എൻ്റെ സ്കൂളിൽ പണ്ട് ഗസ്റ്റായിട്ട് വന്നപ്പോഴാണ് ഞാൻ ആദ്യമായിട്ടും അവസാനമായിട്ടും ചേട്ടനെ കണ്ടിട്ടുള്ളത് ഓഫീസിൽ. യെസ്, അപ്പം വെരി ഹാപ്പി. ആൻഡ് തേജ, ഐ ജസ്റ്റ് വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. അടിപൊളിയാവുമെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. ആൻഡ് എൻ്റെ പ്രസ് മീറ്റ് താൻ പൊളിച്ചു തുടക്കുന്നതിന്. അപ്പം ബാക്കി അങ്ങോട്ടും ഓൾ ദി ബെസ്റ്റ്. ആൻഡ് സേതു ചേട്ടാ, നമ്മൾ ഇതിനു മുമ്പ് സിനിമ ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്, പറ്റിയില്ല. ആൻഡ് ഐ റിയലി ഹോപ്പ് ദിസ് ഇസ് എ ഗുഡ് സ്റ്റാർട്ട്. ആൻഡ് യെസ്, താങ്ക് യു എവരിവൺ. നമസ്കാരം. ചേട്ടൻ പറഞ്ഞ സ്പീച്ചിൽ തന്നെ ഏകദേശം മനസ്സിലാവും നിങ്ങൾ തമ്മിലുള്ള അത്രത്തോളം ബോണ്ടിങ് ഉണ്ടെന്നുള്ളത് മനസ്സിലാവുന്നുണ്ട്. അപ്പം വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനു മുമ്പ് വേണം സിനിമയിലേക്ക് കയറ്റിവിടാൻ പറ്റുന്ന ഒരു മേഖലയാണ് ചേട്ടനൊന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ. അപ്പം ഇപ്പോൾ ഇങ്ങനെ ഒരു ആഗ്രഹം പറയുമ്പോൾ ഫസ്റ്റ് കൊടുത്തൊരു ഉപദേശമുണ്ട്, സിനിമയിലേക്ക് കയറുമ്പോൾ ഇതൊക്കെ നോക്കണം, ഇതുണ്ടാവും, ഒരു ഗൈഡ് കൊടുക്കുമല്ലോ, എന്തായിരുന്നു കൊടുക്കുന്നത്? പരിപൂർണമായ അർപ്പണ മനോഭാവം നമ്മൾ ചെയ്യുന്ന തൊഴിലിനോടുണ്ടാവണം. കൃത്യനിഷ്ഠ, സീനിയേഴ്സിനെ ബഹുമാനിക്കൽ, ഇങ്ങനെയുള്ള 2-3 കാര്യങ്ങളാണ് ആദ്യം ഞാൻ പറഞ്ഞു കൊടുത്തത്. ഇപ്പോഴും ഇന്നലെ ഞാൻ പറഞ്ഞ കാര്യങ്ങളുടെ ഇടയിൽ ഇതെല്ലാം വീണ്ടും പറയുണ്ടായി. അപ്പം അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള സിനിമയിൽ ആവശ്യമുള്ള വളരെ ബേസിക് ആയിട്ടുള്ള ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്, അതൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഗുരു സ്മരണ, ഗുരുക്കന്മാരെ സ്നേഹിക്കുക, ആരെ കണ്ടാലും എണീറ്റ് നിൽക്കണം, ബഹുമാനിക്കേണ്ടവരെ കണ്ടുവരും, ഇങ്ങനെയൊക്കെയുള്ള ബേസിക് ആയിട്ടുള്ള ഒരുപാട് അതുകൾ ഇപ്പം കുട്ടിക്കാലം മുതൽ അങ്ങനെ ചെയ്യാറുണ്ട്. കാരണം എൻ്റെ മഹാനായ മഹാത്മാഗാന്ധിയുടെ വാചകങ്ങൾ ഈ എളിയവനായി ഞാൻ ഏറ്റെടുക്കുകയാണ്. എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് പറയുന്ന പോലെ ഞാൻ ജീവിച്ചത് എങ്ങനെയാണെന്ന് എൻ്റെ മോള് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതവൾ ഒരുപാട് കണ്ടുപഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. കുഴപ്പമില്ല, പോകുന്നു. ഈ കുഞ്ഞുനാള് പോലെ കേൾക്കുന്നുണ്ടാവുമല്ലോ എപ്പോഴാ സിനിമയിലേക്ക്, അല്ലെങ്കിൽ അച്ഛനമ്മയും സിനിമയിലുണ്ട്, അല്ലെങ്കിൽ ഓൾ ഫാമിലി സിനിമയായിട്ട് ഭയങ്കര അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്നു. അപ്പൊ ഈ ഭയങ്കര ലെഗസി പ്രഷർ ഭയങ്കരമായിട്ട് ഉണ്ടാവുമല്ലോ ചെറുപ്പം മുതലേ, ഇപ്പൊ കോളേജിലൊക്കെ ആണെങ്കിലും. അതെപ്പോഴെങ്കിലും എഫക്ട് ചെയ്തിട്ടുണ്ടോ? അതുകൊണ്ടാണോ ആദ്യം ജോലി പഠിത്തം ഒക്കെ കഴിഞ്ഞ സിനിമ മതി എന്നുള്ളൊരു കോള്? വെരി ഗുഡ് ക്വസ്റ്റ്യൻ. താങ്ക് യു ഫോർ ദി ക്വസ്റ്റ്യൻ ബൈ ദ വേ. അത് ആക്ച്വലി പ്രഷർ എന്ന് പറയുന്നത് ഭയങ്കര റിയൽ ആണ്. കാരണം നിങ്ങളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ ചെറുപ്പം മുതൽ തന്നെ കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, എപ്പോഴായിരിക്കും സിനിമ ചെയ്യുന്നുണ്ടോ, സ്കൂൾ കഴിഞ്ഞ ഉടനെ ചെയ്യുമോ, അതോ എങ്ങനെയാ കോളേജിൽ കയറുമ്പോൾ ചെയ്യുമോ? അപ്പോൾ ഇതൊക്കെ ഓരോരുത്തർ ചോദിക്കുമ്പോഴും എൻ്റെ മനസ്സിൽ സിനിമ എന്നുള്ളൊരു കോൺസെപ്റ്റ് എന്നും ഉണ്ട്. കാരണം ഞാൻ ഇപ്പം എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് സംസാരിക്കുകയാണെങ്കിലും ഞാൻ ഭയങ്കര ഒരു എക്സ്ട്രോവേർട്ട്, ഭയങ്കര ജോവിയൽ ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ എന്താ പറയുക, ഫുൾ ടൈം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക, സംസാരിക്കുന്ന മൊത്തം ഡയലോഗായിരിക്കും, ഓരോരുത്തർ പറയുന്നത് അതുപോലെ ആയിരിക്കും. അപ്പം എൻ്റെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ അമ്മയും എല്ലാവരും മറ്റേ സിനിമയിലുള്ളതുകൊണ്ട് തന്നെ അവരുടെയും എല്ലാവരുടെയും ഒരു മാനറിസവും എല്ലാം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആൾക്കാർ ഓരോന്ന് പറയുമ്പോഴാണ് നമ്മളിത് നോട്ടീസ് ചെയ്യുന്നതും, അത് വേറെ ഒരു കാര്യം. പക്ഷെ അങ്ങനെ പറയുമ്പോൾ ലൈക്ക് യു സെഡ് പ്രഷറിൻ്റെ കാര്യം, ഞാൻ ഈ കോളേജിലൊക്കെ പഠിക്കുമ്പോഴും ആൾക്കാർ ചോദിക്കുമ്പോഴൊക്കെ എനിക്ക് എന്താ പറയുക, തുറന്ന് പറയാനായിട്ട് പേടിയായിരുന്നു. എനിക്ക് സിനിമയോട് ഭയങ്കര താല്പര്യമുണ്ട് എന്നുള്ള രീതിയിൽ. കാരണം പേടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമല്ല, ഇത്രയും വലിയ ആൾക്കാരുടെ മകളാണ് ഞാൻ എന്നുള്ളൊരു തോട്ട് എനിക്ക് വന്നത് തന്നെ ഞാൻ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ്. കാരണം എല്ലാവരും എൻ്റെ അടുത്ത് പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത് ദാറ്റ് ഇവർ ഭയങ്കര, കാരണം ഞാൻ ഒരിക്കലും അങ്ങനെ, ഞാൻ മകളാണല്ലോ, ഞാനങ്ങനെ ഒരിക്കലും എന്താ പറയുക വലിയ സ്റ്റാർസാണ് ഞാൻ, അവരങ്ങനെ ഒരു രീതി കാണണം, അല്ലെങ്കിൽ സ്കൂളിൽ പോയിട്ട് പോകും, എൻ്റെ പേരൻസ് ആരാന്നറിയോ, അങ്ങനത്തെ ഒരു ഇത് ഞാൻ ഇന്നേ വരെ ഇതാക്കിയിട്ടില്ല. ഓരോരുത്തർ ഇങ്ങനെ എൻ്റെ അടുത്ത് ചോദിക്കുമ്പോഴാണ്, അപ്പോഴാണ് ഞാൻ റിയലൈസ് നോക്കിയത് ഈ മൈറ്റ് ബി ഒരു അത്രയും വലിയ ആൾക്കാരാണ് എന്നുള്ളൊരു കാര്യം. പിന്നെയാണ് എനിക്ക് ഈ പ്രഷറിൻ്റെ കാര്യം എത്തി തുടങ്ങിയത് ലേറ്റർ ഓൺ. കാരണം ഞാൻ വിചാരിച്ചു എനിക്ക് അങ്ങനെ ഒത്തിരി എന്താ പറയുക, വാട്ട് ഇഫ് ഐ എം നോട്ട് ഗുഡ് ഇനഫ്, അവരത്രയും വലിയ ആൾക്കാരാണ്, ഞാൻ ഒരിക്കലും മാച്ചപ്പ് ചെയ്യാൻ പോകുന്നില്ല. കാരണം എല്ലാവരും എന്നെ കമ്പയർ ചെയ്യാൻ പോകുന്നതും ഓ ഋഷിയുടെയും മനോജ് കെജിയുടെയും മകൾ എന്നുള്ള രീതിയിലായിരിക്കും അവർ പറയുന്നതും. അപ്പോൾ അവരുടെ ഒരു എക്സ്പെക്റ്റേഷനും ഉണ്ടാവും. അപ്പോൾ പ്രഷർ ഇസ് വെരി റിയൽ. പക്ഷേ എന്നെ അങ്ങനെ ഒത്തിരി എഫക്റ്റ് ചെയ്തിട്ടുമില്ല, എന്നാൽ എഫക്റ്റ് ചെയ്തിട്ടുമുണ്ട്. എനിക്ക് അങ്ങനെ കൃത്യമായിട്ടൊരു ആൻസർ എനിക്കതിന് പറയാൻ പറ്റില്ല. പക്ഷേ ഒരുപാട് തോട്ട് ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടാണ് ഞാൻ ഓക്കെ സിനിമയിൽ കയറാമെന്നുള്ള രീതിയിൽ. കാരണം
കൂടിപ്പോയി കഴിഞ്ഞാൽ എന്താ പറയുക, അപ്പോൾ ഞാൻ ഇഫ് ഐ എം നോട്ട് ഗുഡ് ഇനഫ് ഫോർ എനിത്തിങ് ഐ തിങ്ക് ഐ ക്യാൻ മേക്ക് മൈ സെൽഫ് ബെറ്റർ, റൈറ്റ്? അപ്പം ഇപ്പം ആൾക്കാർ എന്താ പറയുക എങ്ങനെ എടുക്കും എന്നൊന്നും എനിക്കറിയില്ല, ഫസ്റ്റ് സിനിമയും കൂടിയാണ്. പക്ഷേ എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്യാനായിട്ടാണ് ആഗ്രഹം. വൺസ് അഗൈൻ ക്വസ്റ്റ്യൻ, പ്രഷർ ഇസ് ഡെഫിനറ്റ്ലി ദെയർ. അതിപ്പോഴും ഈ നിമിഷം വരെ ഉണ്ടായിരുന്നു. എനിക്ക് ഞാൻ വരുമ്പോഴും ഞാൻ കാറിൽ നിന്ന് അച്ഛനടുത്ത് പറയായിരുന്നു, ദൈവമേ അവിടെ എത്ര ആൾക്കാർ, അച്ഛനൊക്കെ ഇത് സ്ഥിരം ചെയ്യുന്നതല്ലേ, ഞാൻ എന്തോന്ന് ചെയ്യും, എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ, ഞാൻ എന്താ സംസാരിക്കേണ്ടതെന്നൊക്കെ ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. അച്ഛൻ പറഞ്ഞു ഒരു കുഴപ്പമില്ല, ഇതൊക്കെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കുക എന്നൊക്കെ പറഞ്ഞു. പക്ഷെ നിങ്ങളൊക്കെ കണ്ടപ്പോൾ കുറച്ചുകൂടെ കോൺഫിഡൻസ് വന്നതെന്ന് അറിയില്ല. പക്ഷേ താങ്ക് യു സോ മച്ച് ഫോർ ദ ക്വസ്റ്റ്യൻ. പ്രഷർ നല്ലോണം ഉണ്ട്. ഐ ഹോപ്പ് ഐ ആൻസേർഡ് യുവർ ക്വസ്റ്റ്യൻ. നല്ലോണം ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. അതെനിക്ക് തോന്നുന്നു ഇനി ഉണ്ടാവും. അൺടിൽ ഐ മേക്ക് ഇറ്റ് ബെറ്റർ ഇൻ ലൈഫ്, ഐ ഹോപ്പ് യുനോ വിൽ സ്റ്റിൽ ബി ദെയർ, ഐ തിങ്ക്. താങ്ക് യു സോ മച്ച്. അപ്പം ആദ്യ സിനിമ എന്ന് പറയുമ്പോൾ ഒരു വലിയൊരു സിഗ്നേച്ചർ തന്നെയാണ്. നമ്മൾ ഇടുന്ന എത്രത്തോളം ടെൻഷൻ ഉണ്ടാവും, പക്ഷെ ആളുകൾ എങ്ങനെ ജഡ്ജ് ചെയ്യുന്ന പേടിയൊക്കെ ഉണ്ടാവും. പക്ഷെ അത് ഇതിനു മുമ്പ് കഥകൾ കേട്ടിട്ടുണ്ടോ? പല സിനിമകളിലെ കഥകൾ വന്നിട്ടുണ്ടാവാം, ഇല്ലേ? അതെ അതെ, വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് സ്റ്റെല്ല ക്യാച്ച് ചെയ്യാനുള്ള കാരണം എന്താണ്? താങ്ക് യു ഫോർ ദ ക്വസ്റ്റ്യൻ. ഞാൻ ഇതുപോലെ പറഞ്ഞ പോലെ തന്നെ വനിതയുടെ ഫോട്ടോഷൂട്ട് കഴിഞ്ഞപ്പോഴേ മനോരമ വഴി അല്ലെങ്കിൽ വനിത വഴിയൊക്കെ കുറേ കോൾസ് വന്നിട്ടുണ്ടായിരുന്നു. അത് ഡയറക്റ്റ്ലി വരുന്നത് അച്ഛൻ അല്ലെങ്കിൽ അമ്മയ്ക്കായിരിക്കും. അപ്പോൾ അവരുടെ അടുത്ത് പറയും ഇതുപോലെ ഇങ്ങനെ ഒരു കഥ വന്നിട്ടുണ്ട് കേൾക്കാം. അപ്പം ഞാൻ അങ്ങനെ കേട്ടു, കുറേ കേട്ടു. അപ്പം എനിക്ക് എൻ്റെ ഫസ്റ്റ് സിനിമ എന്ന് പറയുന്നത് എന്താ പറയുക, വെരി മെമ്മറബിൾ അല്ലെങ്കിൽ നല്ലൊരു റോള് ചെയ്യണം എന്ന് ആഗ്രഹിച്ചിട്ടാണ് ഞാൻ വന്നത്. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. എന്നും പറഞ്ഞ് ഇന്ന റോൾ ചെറുതാണ്, ആ റോള് കൊള്ളില്ല, അങ്ങനെ ഒരിക്കലും അല്ല. ഞാൻ എല്ലാ സ്ക്രിപ്റ്റും ക്രൂ ആയിക്കോട്ടെ, എൻ്റെ ക്യാരക്ടറിൻ്റെ എന്താണ് ഇമ്പോർട്ടൻസ്, ഇതെല്ലാം നോക്കിയിട്ട് തന്നെയാണ് ഞാൻ ഡെഫിനറ്റ്ലി സ്ക്രിപ്റ്റ് ഐ ഗോ ഫോർവേഡ് വിത്ത് ഇറ്റ്. അപ്പോൾ എനിക്ക് ഈ സ്ക്രിപ്റ്റ് വന്നപ്പോൾ സ്പെസിഫിക്കലി എനിക്ക് ഭയങ്കരമായിട്ട് ക്യാച്ച് ചെയ്തത് വൺ ഓഫ് ദി തിങ്സ് ഇസ് എ ടൈറ്റിൽ ക്യാരക്ടർ. അത് നമ്മൾ ഇങ്ങോട്ട് വരുന്നതെന്ന് പറയുന്നത് ഭയങ്കര ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ, കാരണം അങ്ങനെ എല്ലാവർക്കും അങ്ങനെ കിട്ടുന്ന ഒരു ചാൻസ് അല്ല. അതായത് എന്താ പറയുക, മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ഓഡിഷൻ കൊടുത്ത് അല്ലെങ്കിൽ നമ്മൾ ഓരോ മൂവിക്കും നമ്മൾ ഭയങ്കര ആഗ്രഹിച്ചിട്ടാണ് നമ്മളൊരു സിനിമ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ പോകുന്നത്. അപ്പോൾ എനിക്ക് ഇങ്ങോട്ടൊരു കോൾ വന്നപ്പോൾ എനിക്കത് ഒരിക്കലും എന്താ പറയുക വേണ്ടാന്ന് എനിക്ക് അങ്ങനെ പറയാനും പറ്റില്ല. അതെനിക്കൊന്നും ആർക്കും അങ്ങനെ പറ്റില്ല എന്ന് തോന്നുന്നു. പക്ഷേ ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ ക്യാരക്ടർ. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അബൌട്ട് ദ റോൾ. ഭയങ്കര നല്ലൊരു ക്യാരക്ടറാണ് ഞാൻ കേട്ട് നോക്കിയപ്പം. അതിനെക്കാട്ടിലും ഉപരി എന്താ പറയുക ബ്യൂട്ടിഫുൾ സ്റ്റോറി. പിന്നെ ക്രൂ എനിക്ക് ഓൾറെഡി എനിക്ക് അറിയാവുന്ന, അതായത് സേതു സാറിനെയൊക്കെ എനിക്ക് അറിയാം. അപ്പം അത് തന്നെ എനിക്ക് വേറെ ഒരു കംഫർട്ട് സോൺ തന്നെയായിരുന്നു. വേറെ ഐ ഫെൽറ്റ് ലൈക്ക് മേ ബി ഗോഡ് ഗേവ് ദിസ് ടു മീ, മേ ബി ഇത് ഫസ്റ്റ് മൂവി ആവണം എന്ന് വിചാരിച്ചിട്ട് തന്നെ ആയിരിക്കാം. അപ്പോൾ സോ മെനി തിങ്സ് സ്ട്രൈക്ക് അബൌട്ട് ദിസ് മൂവി. അത് മാത്രമല്ല കുറേ കാര്യങ്ങളുണ്ടായിരുന്നു ഇതിൻ്റെ. എന്താ പറയുക, സേതു സാറിൻ്റെ അടുത്താണ്, സേതു സാറാണ് എൻ്റെ അടുത്ത് കഥ പറയുന്നത്. ആ സമയത്ത് ബിനു സാർ വാസ് നോട്ട് അവൈലബിൾ. ബട്ട് ദെൻ പറയുമ്പോൾ തന്നെ എനിക്ക് ഫസ്റ്റ് ഹീ ജസ്റ്റ് ഗേവ് മീ ഒരു വൺ ലൈനറാണ് തന്നത്. പക്ഷെ അത് കേട്ടപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് സന്തോഷമായി. ഞാൻ പറഞ്ഞു സാർ ഇത് ഡെഫിനറ്റ്ലി നമുക്ക് ചെയ്യാം, എനിക്ക് ഉറപ്പാണ് അച്ഛനും അമ്മയ്ക്ക് രണ്ടുപേർക്കും ഇഷ്ടമായി, നമുക്കിത് ഡെഫിനറ്റ്ലി ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് നമ്മൾ ഈ സിനിമ ചെയ്തത്. അതായത് ഞാൻ പറയുമ്പോൾ ആഗ്രഹം എന്നുള്ള രീതിയിൽ അങ്ങനെ, അതാണ് റോളിനെ പറ്റി. ഓക്കെ, റോളിനെ പറ്റി പറയുമ്പോൾ എനിക്ക് ആദ്യം സാറാണ് സംസാരിച്ചത് അമ്മയുടെ. അപ്പോൾ അമ്മേൻ്റെ അടുത്ത് ഡയറക്റ്റ്ലി വിളിച്ചു. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു ഒരുപാട് സന്തോഷമുണ്ട്, ടൈറ്റിൽ റോൾ കിട്ടുന്ന ഭയങ്കര ഒരു എന്താ പറയുക ബ്ലെസ്സിങ് ആണ്. അത് അതുപോലെ തന്നെ കാണുക, ബി ഗ്രേറ്റ്ഫുൾ, ഗ്രൗണ്ടഡ് ആയിട്ടിരിക്കുക. എല്ലാവർക്കും കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി അല്ല. നമ്മളിപ്പോൾ ഫസ്റ്റ് ടൈറ്റിൽ റോൾ കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഓഫ് ഞാനൊരു വലിയ സംഭവമായി ഒരിക്കലും അല്ല. സിനിമ പൊട്ടും, സിനിമ ചിലപ്പോൾ വിജയിക്കും, നമുക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ദ ക്യാരക്ടർ യു ഗോട്ട്, പ്ലീസ് ഡു ഇറ്റ് വെരി വെൽ. നന്നായിട്ട് ചെയ്യുക. ഒരുപാട് കോമഡി സ്കോപ്പൊക്കെ ഉള്ളൊരു സിനിമയാണ്, നന്നായിട്ട് ചെയ്യാന്ന് പറഞ്ഞു. മെയിനായിട്ട് അതൊക്കെയാണ് പറഞ്ഞത്. പിന്നെ എന്നെ ഓഫ് കോഴ്സ് ബ്ലെസ് ചെയ്തു. ഷീ വാസ് ലൈക്ക് ഇത് നല്ലൊരു ടീമാണ്, നമുക്കറിയാവുന്നതാണ് നേരത്തെ, ഡെഫിനറ്റ്ലി ടേക്ക് ഇറ്റ് അപ്പ് എന്നുള്ള രീതിയിൽ തന്നെ സംസാരിച്ചു. ഹലോ തേജ, ആസ് ആൻ ആക്ടർ പ്രിപ്പറേഷനിൽ അച്ഛൻ്റെ ആയാലും അമ്മയുടെ ആയാലും ഏറ്റവും കൂടുതൽ ഇംപ്രസ് ചെയ്ത അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്ത ക്യാരക്ടേഴ്സ് സിനിമകളുണ്ടായിരുന്നു? ഡെഫിനറ്റ്ലി. അപ്പം ഇപ്പം അമ്മയുടെ ഞാൻ പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്. പക്ഷേ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ്സ് എന്ന് പറയുമ്പം മിഥുനം, തലേണ മന്ത്രം, എന്താ പറയുക, പിന്നെ കളിപ്പാട്ടം, മുന്താണി മുടിച്ച്, ഇതൊക്കെ ഞാൻ കുഞ്ഞിലെ ഇതൊക്കെ കുറേ പണ്ടത്തെ, അതായത് ആ ഒരു ടൈമിലൊക്കെ ഞാൻ കണ്ടു വളർന്നൊരു സിനിമയൊക്കെ ഇതാണ്. എന്താ പറയുക, എൻ്റെ ഹാർട്ടിനോട് ക്ലോസ് ആയിട്ട് നിന്ന കുറച്ച് സിനിമകളുണ്ട്, അതെല്ലാം ഇതാണ്. പിന്നെ തലേണ മന്ത്രം ഞാൻ പറഞ്ഞു. അച്ഛൻ്റെ ആണെങ്കിൽ
എനിക്ക് ഏറ്റവും കൂടുതൽ ഫസ്റ്റ് ഞാൻ പറയുകയാണെങ്കിൽ അനന്തഭദ്രം. കാരണം അതെനിക്ക് ഒരേപോലെ പേടിപ്പിച്ചതും ഒരേപോലെ എന്നാൽ അത് അച്ഛനാണ് അതുകൊണ്ട് കുഴപ്പമില്ല എന്നുള്ള രീതിയിലാക്കിയ ഒരു സിനിമ അനന്തഭദ്രമാണ്. അനന്തഭദ്രം, സല്ലാപം, ചമയം, സീനിയേഴ്സ്, അനദർ പേഴ്സണൽ ഫേവറേറ്റ്, നേരം, ഇങ്ങനത്തെ കുറേ എന്താ പറയുക കുറേ കണ്ടിട്ടുണ്ട്. പക്ഷെ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ്സ് എന്ന് പറയുമ്പോൾ ഇതായിരിക്കും. അപ്പോൾ ഇൻസ്പയർഡ് ആയെന്ന് ചോദിക്കുമ്പോഴത്തേക്കും എന്താ പറയുക, മോസ്റ്റ്ലി ഏത് കണ്ടാലും ഞാൻ ഇൻസ്പയർ ആവാറുണ്ട്. കാരണം ഞാനിങ്ങനെ അവരെ എൻ്റെ പേരൻസ് എന്നുള്ളൊരു സെൻസിൽ ഞാനിങ്ങനെ കാണുമ്പോൾ ഇറ്റ്സ് എ ഡിഫറെൻറ്റ് എന്താ പറയുക ഒരു എക്സ്പീരിയൻസ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. പക്ഷേ ആസ് എൻ ആക്ടർ ഓൾസോ ദേ ബോത്ത് ആർ ലൈക്ക് റിയലി ഗുഡ്. അപ്പോൾ എനിക്ക് ഏത് മൂവി കണ്ടാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. തീർച്ചയായിട്ടും അത് വേണ്ടാന്ന് വയ്ക്കും. കാരണം അവരുടെ അൾട്ടിമേറ്റ് തീരുമാനമാണ് ഈ സിനിമയിൽ, പ്രത്യേകിച്ച് ഈ സിനിമയിൽ ഒരു ഫീമെയിൽ ഓറിയൻറ്റഡ് സിനിമയാണ്. അപ്പോൾ അത് അത്തരം ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്ത ഒരു ആക്ട്രസ്സാണ് ഉർവശി. അപ്പം അവർക്കറിയാം ആ ഡിസിഷൻ എടുക്കാൻ. അപ്പോൾ അത് ഒരിക്കലും ഞാൻ ചെയ്യണമെന്ന് പറഞ്ഞു നമുക്ക് ചെയ്യണം എന്ന് ഒരിക്കലും പറയില്ല. അത് തീർച്ചയായിട്ടും അവരുടെ അഭിപ്രായത്തോടെ യോജിക്കുകയുള്ളൂ. ബേസിക്കലി നമ്മളിപ്പോൾ റിയൽ സിനിമകളൊക്കെ തിയേറ്ററിൽ കാണുമ്പോൾ ഉണ്ടാക്കുന്ന ഒരു ഓളമുണ്ട്. നമ്മളെപ്പോഴോ കണ്ടു മറന്ന സിനിമകൾ പിന്നെയും ഇപ്പോൾ ചോട്ട മുമ്പേ റീസെന്റ് ആയിട്ട് ഇറങ്ങി ഹൗസ്ഫുൾ ആയിട്ട് ഇങ്ങനെ അടിച്ച് ഓടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ആ ഒരു കാലത്തുണ്ടായ ഒരു സിനിമയ്ക്കുണ്ടായിരുന്ന ഒരു ഫോർമുലയുണ്ട്. ചിരി, ഓരോ ലെവൽ ചിരിയുണ്ട്, ഫൈറ്റ് ഉണ്ട്, റൊമാൻസ് ഉണ്ട്, അതെല്ലാം ഒരു കറക്റ്റ് ഫോർമുലയാണ്. ഇപ്പോൾ ഇറങ്ങുന്ന സിനിമകളൊക്കെ കൂടുതൽ ഏതാണോ കോൺസെൻട്രേറ്റ് ചെയ്തത്, ത്രില്ലറാണ് ത്രില്ലർ മാത്രം, കുറച്ചുകൂടെ എന്താ പറയാ എന്താണോ ആ സീരിയസ് സബ്ജക്റ്റിന് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള സിനിമകളാണ്. മാസ് സിനിമകൾ അല്ലേ, എല്ലാത്തരം ഇമോഷൻസും ഉൾക്കൊള്ളുന്ന സിനിമകൾ അല്ലേ. ഇപ്പം ചോട്ടംബായ് പോലത്തെ ഇപ്പം നരൻ പോലത്തെ സിനിമകളൊക്കെ കാണുമ്പോൾ നമുക്ക് തിയേറ്ററിൽ നിന്ന് കൂവാനും കൈയടിക്കാനും എഴുന്നേറ്റ് നിന്ന് തുള്ളാനൊക്കെ ഉണ്ടാകുന്ന ഒരു ഗൂസ്ബംപ് മൊമെന്റ്സ് ഉണ്ട്. ശരിക്കും അങ്ങനത്തെ ഒരു സിനിമകൾ ഇപ്പം മലയാളത്തിൽ മിസ് ചെയ്യുന്നുണ്ടെന്ന് ചേട്ടൻ തോന്നുന്നുണ്ടോ? അതിൻ്റെ ഒരു തിരിച്ചറിവിൻ്റെ ദിവസങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഈ ചോട്ട മുമ്പേ ഈ തിയേറ്ററിൽ വന്ന് ഇത്രയും തകർക്കുമ്പോൾ നമ്മൾ കാണുന്നൊരു വലിയ കാഴ്ച. അതൊരു തിരിച്ചറിവിൻ്റെ നിമിഷമാണ്. കാരണം പുതിയ ന്യൂജൻ പിള്ളേരാണ് മുഴുവൻ തുള്ളുന്നത്. തല എന്നുള്ള പാട്ടിൽ ഞാൻ ഒരുപാട് റീൽസ് കണ്ടു അല്ലേ, മോള് തന്നെ ഒരുപാട് റീൽസ് കാണിച്ചു. എന്താ അത് കാണുമ്പോഴുള്ള സന്തോഷം. നമ്മൾ ആ 90s കാലഘട്ടത്തിലുള്ള സിനിമകൾ ഇപ്പോൾ പ്രേക്ഷകൻ വീണ്ടും വളരെ ഫ്രഷായിട്ട് ഏറ്റെടുത്ത് അതിന് നിറഞ്ഞാടുമ്പോൾ അല്ലെങ്കിൽ അത്രയും ആസ്വദിക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഞാനിന്നലെ എൻ്റെ ഒരു സുഹൃത്തിനോട് പറയുന്നത് നമ്മുടെ രാജമാണിക്യം ഈ സമയത്ത് ഇറങ്ങേണ്ട ഒരു സിനിമയാണ്. ബിഗ് ബി, ബിലാലൊന്നും വേണ്ട, ബിഗ് ബി തന്നെ ഒന്നുകൂടെ നിപ്പിറക്കിയ എന്തായിരിക്കും അവസ്ഥ. അപ്പോൾ അങ്ങനെയുള്ള ഒരു വലിയ ട്രെൻഡുണ്ട് ഇപ്പോൾ. അങ്ങനെയുള്ള സിനിമകൾ വരട്ടെ. ഇതിപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ താല്പര്യമായിട്ട് എൻ്റെ സ്വാർത്ഥത്തോണ്ട് ഞാൻ പറഞ്ഞതാണ്. രാജമാണിക്യവും ബിഗ് ബിയും ഇപ്പം ഇറങ്ങിയാലും തകർക്കും എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. ഇപ്പോൾ സർജാന ചെയ്യുന്ന സിനിമകളിൽ എപ്പോഴും ഒരു നിഷ്കളങ്കത്വം ഉണ്ടാവും, ഇടയ്ക്കൊന്ന് ക്യാരക്ടർ മാറുന്ന ഇതുണ്ടാവും, ഒരു ഹോം ബോയ് ഫീലിംഗുള്ള കഥാപാത്രങ്ങൾ ഇച്ചിലൂടെ ഉണ്ട്. എപ്പോഴും തോന്നിയിട്ടുണ്ട് ഇപ്പം അമ്മ മലയാള സിനിമ അല്ല ഇന്ത്യൻ സിനിമ കണ്ട ഏറ്റവും മികച്ച നടിമാരിൽ ഒരാൾ. അച്ഛനും അതേപോലെ ഒരു സൂപ്പർ ആക്ടറാണ്. അച്ഛൻ നല്ലൊരു പാട്ടുകാരനാണ്. അപ്പം എപ്പോഴേലും ഏതെങ്കിലും പോയിന്റിൽ എനിക്ക് ഇങ്ങനെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം എന്ന് തോന്നിയിട്ടുണ്ടോ? ഏതെങ്കിലും രീതിയിൽ അങ്ങനെ ചെയ്യുന്ന സമയത്ത് എപ്പോഴും തോന്നിയിട്ടുണ്ടോ? അതായത് മനസ്സിലായില്ല, എക്സ്പ്ലോർ ചെയ്യണമെന്ന് വെച്ചാൽ സിംഗിങ് അങ്ങനെയാണോ? എന്തുവാവും അങ്ങനെ ആക്ച്വലി തോന്നിയിട്ടില്ല എന്ന് പറയാനും പറ്റില്ല. കാരണം ഞാൻ പാടുന്ന മാത്രമേ ഇതുവരെ കേട്ടില്ല കേട്ടോ. ഈ കൂടുതലും വെസ്റ്റേൺ ഇംഗ്ലീഷ് സോങ്സ് ആണ് കൂടുതലും പാടി കേട്ടിട്ടുള്ളത്. അപ്പം ഞാൻ ഇടയ്ക്ക് അതും ഉപദേശിച്ചിട്ടുണ്ട്, മക്കളെ ഈ ഇംഗ്ലീഷ് പാട്ടുമായിട്ട് ഇരിക്കരുത്. നമ്മുടെ ഇവിടെ ഒരുപാട് മലയാള സോങ്സ് ഉണ്ട്, തമിഴ് വേണം പഠിക്കാം, തമിഴ് പാടണം, അങ്ങനെ നാവിൽ അതെല്ലാം വരണം എന്ന് പറഞ്ഞ് പഠിപ്പിക്കാറുണ്ട് ഒരുപാട് പാട്ടുകൾ. അങ്ങനെ ഈ അടുത്ത സമയത്തൊക്കെ ചില പാട്ടുകൾ കൂടുതൽ അത് കേട്ട് തുടങ്ങിയ ഒരു സമയവും ഞാൻ നോക്കിക്കണ്ടിരുന്നു. ഈ ഇടയ്ക്ക് എന്നോട് പറഞ്ഞു, അച്ഛൻ എനിക്ക് ഒന്ന് മ്യൂസിക് കുറച്ച് ബേസിക് പഠിച്ചാൽ കൊള്ളാമെന്നുള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛനുണ്ടായിരുന്ന അച്ഛനത് പഠിപ്പിച്ചു, അതൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്കൊരു മാഷിനെ കണ്ടെത്താം, ബേസിക്സ് എങ്കിലും അറിഞ്ഞിരിക്കുന്നതല്ലാണ്. ഈ പറയുന്നത് ഞാൻ ബേസിക്സ് പോലും പഠിച്ചിട്ടില്ല, എനിക്ക് ഇഷ്ടമുള്ള പോലൊക്കെ ഞാൻ പാടുന്നതാണ് ആരുടെയൊക്കെയോ അനുഗ്രഹം കൊണ്ട്. അപ്പോൾ അങ്ങനെ ഒരു താല്പര്യം ഇപ്പോൾ വന്നിട്ടുണ്ട്, മ്യൂസിക് പഠിച്ചാൽ കൊള്ളാമെന്നുണ്ട്. പാടുകയല്ലേ ഏതെങ്കിലും വേദിയിൽ അടുത്ത് നമുക്ക് പാടാൻ തരും. അതെ, ഇപ്പം അടുത്തിൻ്റെ പ്രൊമോഷൻ സമയത്തേക്ക് നമുക്ക് അല്ലേ, അപ്പം സമയമുണ്ട്. അതെ, അപ്പം നോക്കാം. ഹ്യൂമർ ടൈമിംഗ് ഭയങ്കരമായിട്ട് പറയുന്നത് കേട്ടു. അപ്പോൾ മനോജേട്ടനും ഹ്യൂമറിൽ ഭയങ്കര അടിപൊളിയാണ്. ആ കൽപ്പന ചേച്ചിയുടെ ഹ്യൂമർ കിട്ടിയിട്ടുള്ളത്
പറയുന്നുണ്ടായിരുന്നു. അപ്പം ഹ്യൂമർ പണ്ട് മുതലേ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. ഡെഫിനറ്റ്ലി ഹ്യൂമർ എനിക്ക് ഏറ്റവും എന്താ പറയുക, ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ടുള്ള ഒരു എന്താ പറയുക ഇമോഷനാണ്. എന്തിനാ വാട്ട് യു കോൾ ദാറ്റ്, അതെനിക്ക് എല്ലാം ബിക്കോസ് ഞാൻ ലൈഫ് എന്താ പറയുക സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തൊട്ട് തന്നെ ആസ് വെൻ ഐ വാസ് എ ചൈൽഡ് എല്ലാ കാര്യങ്ങളും അതിപ്പോൾ എന്തൊരു സീരിയസ് സിറ്റുവേഷൻ ആണെങ്കിലും ഞാനത് ഭയങ്കര വീട്ടിൽ പോയി അവതരിപ്പിക്കുന്നതും എല്ലാം ഭയങ്കര കോമഡി രീതിയിൽ തന്നെ ആയിരിക്കും. കാരണം എനിക്ക് എന്നെ ഒന്നും എഫക്റ്റ് ചെയ്യാത്ത രീതിയിലാണ് ഞാനത് എപ്പോഴും ഡീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതങ്ങനെ എന്താ പറയുക ലൈക്ക് യു ജസ്റ്റ് മെൻഷൻഡ് കൽപ്പന, മിനു എന്നാണ് ഞാൻ വിളിക്കുന്നത്. ഞങ്ങൾ ചെറുപ്പം മുതലേ ഇങ്ങനെ പേര് വിളിച്ചിട്ടാണ് ശീലിച്ചത്. മിനുവിൻ്റെ അതേ മിനു എപ്പോഴും കുഞ്ഞിലേ മുതലേ എപ്പോഴും പറയായിരുന്നു എൻ്റെ വേറൊരു വേർഷനാണ് നീ, ഞാൻ വലുതായി നീ ചെറുതായി, അത്രേ ഉള്ളൂ. ബാക്കി കാണിക്കുന്നതൊക്കെ അതേ ഗോഷ്ഠിമാര് അച്ഛനും കുഞ്ഞിലെ എപ്പോഴും പറയുന്നത്. കാരണം ഭയങ്കര കുരുത്തം കെട്ട കൊച്ചൊക്കെ ഇമിറ്റേറ്റ് ചെയ്യായിരുന്നു കൊച്ചിലേക്ക്, എല്ലാവരും ഇമിറ്റേറ്റ് ചെയ്യും, പെട്ടെന്ന് ഇമിറ്റേറ്റ് ചെയ്യും. പിന്നെ ഇവിടെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, അവരുടെയൊക്കെ ഏറ്റവും ഇഷ്ടം തേജയും കൂട്ടാനുള്ള മെയിൻ കാര്യം ഇവിടെ വന്ന അരങ്ങൊന്നും കൊഴിപ്പിക്കും, ഭയങ്കര ഹ്യൂമറസ് ആണ്. അതാണ് മെയിൻ ഇത്രയും ഫ്രണ്ട്സിനെ കിട്ടാൻ കാര്യം ഞാൻ വിശ്വസിക്കുകയാണ്. ഒരുപാട് കുട്ടിക്കാലത്ത് നമ്മൾ പുതിയ കാല വീട്ടിലൊക്കെ നിൽക്കുമ്പം ചിലപ്പോൾ ഞാനിങ്ങനെ അതിൽ പാസ് ചെയ്യുമ്പോൾ കാണാൻ തന്നെ നിന്നിട്ട് ടീച്ചറായിട്ടും സ്റ്റുഡൻ്റായിട്ടും മാറി 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 സംസാരിക്കും. എനിക്ക് പാവം തോന്നിയിട്ട് ആരും കളിക്കാനൊന്നുമില്ല. പിന്നീടാണ് കൽപ്പനയുടെ മകളൊക്കെ ആയിട്ട് അവരിവിടെ എൻ്റെ വീടിൻ്റെ ഓപ്പോസിറ്റ് തന്നെ താമസിക്കാൻ വന്നു. പിന്നെ അവൾ കമ്പനിയായി, ഫ്രണ്ട്സായി. ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് സങ്കടം ഉണ്ടായിരുന്നു. കാരണം ടീച്ചറായിട്ട് ഇവിടുന്ന് അങ്ങനെ പറഞ്ഞിട്ടില്ലേ, ഇങ്ങനെ പറഞ്ഞിട്ടില്ലേ, അങ്ങനെയല്ലേ പറഞ്ഞത്, ഇല്ല ടീച്ചർ ഞാനങ്ങനെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി 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 സംസാരിച്ച ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ അന്നേ ഞാൻ നോട്ടീസ് ചെയ്തിട്ടുണ്ട് ആ ടാലൻ്റ് ഉണ്ട്, അത് അല്ലെങ്കിൽ അതിങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ അത് മിനുക്കിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന് ഓർത്തിട്ടുണ്ട്. നിലവിൽ മലയാളത്തിൽ കോമഡികൾ ചെയ്യുന്ന നായികമാർ വളരെ ചുരുക്കമാണ്. ചെയ്യുന്നവരെ ആളുകൾ കമ്പയർ ചെയ്യുന്നത് പഴയ ഉർവശി ചേച്ചിയായിട്ടാണ്. ബിക്കോസ് പുള്ളിക്കാരി ഒരുപാട് കോമഡി ചെയ്തിട്ടുണ്ട്. സോ ഐ ഹോപ്പ് നോബഡി ക്യാൻ റീപ്ലേസ് ഹെർ എക്സ്പെക്ട് യു, ബിക്കോസ് I think even I can't replace her because Urvashi, there's only one Urvashi and ഒരിക്കലും റീപ്ലേസ് ചെയ്യാൻ പറ്റാത്ത ഒരു ആക്ട്രസ് ആണ് എൻ്റെ അമ്മ അല്ലെങ്കിൽ ഉർവശി എന്ന് പറയുന്നത്. കാരണം എനിക്ക് അങ്ങനെ ആലോചിക്കാൻ കൂടെ പറ്റില്ല ഞാൻ അതിലും ബെറ്റർ ആവുന്നതോ അല്ലെങ്കിൽ ഓൾമോസ്റ്റ് എസ് ക്ലോസർ എനിത്തിങ് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. ബിക്കോസ് ഞാൻ ഞാൻ ലാസ്റ്റ് മന്ത് when I was in ചെന്നൈ, എനിക്ക് അപ്പോഴാണ് ഞാൻ ലൈവായിട്ട് ഒരു സംഭവം കാണുന്നത്. ഞാൻ അമ്മയുടെ അടുത്ത് ഇതുപോലെ ചോദിച്ചു, അമ്മ ഇത് ഓരോ സീനൊക്കെ വരുമ്പോൾ ഇപ്പം ഞാൻ എന്താ ചെയ്യേണ്ടത്, ഞാൻ അച്ഛൻ്റെ അടുത്തും ചോദിച്ചൊരു കാര്യമാണ്. പക്ഷേ ബോത്ത് ആർ ഡിഫറെൻറ്റ് വേസ് ഓഫ് പെർസെപ്ഷൻ. എന്നാലും ഞാൻ അടുത്ത് ചോദിച്ചപ്പോൾ ഒരു സീൻ കിട്ടുകയാണ്, അത് പക്ഷേ എങ്ങനെ മനസ്സിലാവും, കോമഡി ആണെന്ന് എങ്ങനെ മനസ്സിലാവും, അല്ലെങ്കിൽ എന്താ പറയുക ഒരു സീരിയസ് ആണെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ എന്താണ് കറക്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്യേണ്ടതെന്ന് എങ്ങനെ അറിയാം. പുള്ളിക്കാരി ജസ്റ്റ് വന്നിട്ട് ഇങ്ങനെ അത് മക്കളായ ഒരു കാര്യം പറയാം, ഇവിടെ വന്നിട്ട് ഇപ്പോൾ എനിക്കൊരു സാധനം അതെടുക്കണം ഇതെടുക്കണം എന്നുള്ളൊരു സിറ്റുവേഷൻ പറഞ്ഞു. എന്നിട്ട് ഷീ ജസ്റ്റ് ആക്റ്റഡ് ഔട്ട്. അത് നമ്മളിങ്ങനെ വെറുതെ അവിടെ നിന്ന് ചുമ്മാ നമ്മൾ ബിഹേവ് ചെയ്യത്തില്ല, അതുപോലത്തെ ഒരു സംഭവം ചുമ്മാ കാണിച്ചു തന്നു. ഞാനതിങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ ഞെട്ടിപ്പോയി. ഞാനിങ്ങനെ അയ്യോ, ഞാൻ പറഞ്ഞു ഞാൻ സിനിമയിലോട്ട് ഇറങ്ങുകയാണ്, പക്ഷെ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇത് കണ്ടപ്പോൾ ഇത് ചെറിയൊരു സാധനം തന്നെ കണ്ടപ്പോൾ ഞാൻ പേടിച്ചു. കാരണം അത്രയും ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ആക്ട്രസ് ആണ്. സോ അവിടെ തന്നെ ക്വസ്റ്റ്യൻ കട്ടായി. സോ ഐ ആം നോട്ട് ഗോണ റീപ്ലേസ് ഹർ, ബട്ട് ഐ ഹോപ്പ് സം ഡേ മേ ബി ഐ ലുക്ക് അപ്പ് ടു ഹർ ആൻഡ് ലൈക്ക് അത്രയും എനിക്ക് എത്താൻ പറ്റുമോ എന്നുള്ളൊരു ഇതറിയില്ല. പക്ഷെ ദൈവം അനുഗ്രഹിക്കട്ടെ. ടിക്ടോക്ക് ചെയ്ത് കണ്ടില്ല നിങ്ങൾ? ഇടക്കാലത്ത് ചെയ്യുന്നു, ഇപ്പം അത് ടിക്ടോക്ക് ഇന്ത്യയിൽ നിന്ന് നിരോധിച്ചു, അവരുടെ മോളും അത് നിരോധിച്ചു. അപ്പോൾ ആ കാലത്ത് ഉർവശിയുടെ പ്രശസ്തമായൊരു സീനുണ്ടല്ലോ ഇതിനകത്ത്, ഇതുപടത്തില്ല അച്ഛൻ്റെ അമ്മയിലെ എന്താ കടുവറ അതൊക്കെ നന്നായി അസലായി ചെയ്തിട്ടുണ്ടോ? കൽപ്പനയുടെ പല റോള്, ദിലീപിൻ്റെ, സലീം കുമാറിൻ്റെ ഒക്കെ അതൊന്നും ഇപ്പം ചെയ്യുന്നില്ല. അത് പിന്നെ ടിക്ടോക്ക് ബാക്ക്ഗ്രൗണ്ട് വോയിസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഒന്നും കാണിക്കാമായിരുന്നു, ഇപ്പോൾ അത് പറ്റില്ല. ഓക്കെ, നമുക്ക് എന്തായാലും ഇത്രയും സമയം നമ്മൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനോജിയുടെയും തേജയുടെ വാക്കുകളിലൂടെയൊക്കെ ഒരുപാട് പേരെ ഇവിടെ അനുസ്മരിച്ചു. ഇപ്പോൾ കൽപ്പന ചേച്ചി, മനോജയുടെ അച്ഛൻ, ഇവരെല്ലാം മലയാളികൾ ഒരുപാട് ആരാധനയോടെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നവരാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലൂടെ പോലും ഒരു അനുസ്മരണത്തിലൂടെ പോലും ഈ ഒരു മുഹൂർത്തം കടന്നുപോയി. എല്ലാവരുടെയും സഹകരണം ഒരിക്കൽ കൂടി പ്രത്യാശിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ ധന്യമായ ഈ ദിവസം, ഈ മുഹൂർത്തം എന്തായാലും കൺക്ലൂഡ് ചെയ്യാൻ തോന്നുന്നു. വന്ന് എത്തിച്ചേർന്ന
ഈ പ്രതികൂല കാലാവസ്ഥയിൽ എത്തിച്ചേർന്ന എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും നന്ദി.